മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് എലീന പടിക്കൽ. അവതാരികയായും നടിയായും പ്രിയങ്കരിയായി മാറിയ എലീന കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ബിഗ് ബോസ് മത്സരാർത്ഥിയായി വന്നതിന് ശേഷമായിരുന്നു. 2.5 വർഷത്തിന് മുമ്പായിരുന്നു താരത്തിന്റെ വിവാഹം. കോഴിക്കോട് സ്വദേശിയായ രോഹിത്താണ് എലീനയെ വിവാഹം ചെയ്തത്. 7 വർഷത്തെ പ്രണയമാണ് വിവാഹത്തിലെത്തിയത്. വിവാഹശേഷം കോഴിക്കോട് സെറ്റിൽഡായ എലീനയെ പിന്നീട് മിനിസ്ക്രീൻ സജീവമായി കണ്ടിട്ടില്ല. ഇപ്പോൾ അമൃത ടിവിയിലെ ഒരു ഷോയുടെ അവതാരികയാണ് താരം. മുമ്പൊക്കെ ചാനലുകളിലും അവാർഡ് നിശകളിലുമെല്ലാം എലീന സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹശേഷം എലീന ഒതുങ്ങിപ്പോയോ എന്ന സംശയം ആരാധകർക്കുണ്ട്. ഇപ്പോഴിതാ അതിനുള്ള മറുപടിയും സ്വകാര്യ ജീവിതത്തിലെ പുതിയ വിശേഷങ്ങളുമെല്ലാം റെഡ് കാൻഡി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പങ്കിട്ടിരിക്കുകയാണ് എലീന. കല്യാണത്തിന് ശേഷം ഒതുങ്ങിപ്പോയിട്ടില്ല. ഞാൻ ചില മീഡിയയിലുണ്ടായിരുന്നു. പക്ഷേ സജീവമായി ഉണ്ടായിരുന്നില്ലെന്ന് മാത്രം. പിന്നെ ചില പ്രോഗ്രാമുകൾ ഞാൻ തന്നെ കട്ട് ഓഫ് ചെയ്തു. അതുപോലെ ഫാമിലിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം രോഹിതിന്റെ ഫാമിലിക്കൊപ്പം സമയം ചെലവഴിക്കണമല്ലോ. പിന്നെ രോഹിതിന്റെ ബിസിനസ്സിലും സഹായിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെന്നും എലീന പറയുന്നു. സീരിയലുകൾ ചെയ്യാനുണ്ടായ കാരണവും എലീന വെളിപ്പെടുത്തി. ഭാര്യ സീരിയലിലേക്ക് പോയതും കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. പൈലറ്റ് എപ്പിസോഡിൽ അഭിനയിക്കാൻ വേണ്ടി പോയതാണ്. അഭിനയിക്കാൻ അറിയില്ലെന്ന് നേരത്തെ തന്നെ സീരിയൽ ടീമിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് എൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഭാര്യയിൽ അഭിനയിച്ചത്. ആളുകളും ആ കഥാപാത്രത്തെ സ്വീകരിക്കുന്നുവെന്ന് താരം പറയുന്നു. സിവിൽ സർവീസിന് പോകണമെന്നത് അതിയായ ആഗ്രഹമായിരുന്നു. IPS യൂണിഫോമിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്ലാസ്സിനും പോയിരുന്നു. ഞാൻ അത് സീരിയസ് ആയിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷേ പിന്നീട് പ്രോഗ്രാമുകളും മറ്റും വന്നപ്പോൾ സിവിൽ സർവീസ് പിന്നീട് എന്ന രീതിയിലേക്ക് മാറ്റിവെച്ചു. പക്ഷേ ഇപ്പോൾ സിവിൽ സർവീസ് പഠിക്കാനുള്ള വിദ്യാഭ്യാസവും വിവരവും ബോധവും ഒന്നും എനിക്കില്ല. പിന്നെ അത്ര എളുപ്പവുമല്ല. നല്ല രീതിയിൽ പഠിക്കുകയും വേണം. ഒരു പ്രാവശ്യം ഞാൻ എക്സാം എഴുതി നോക്കി. പക്ഷേ അടുത്തൊന്നും ഉണ്ടാകില്ല. എഡ്യൂക്കേഷനായിരുന്നു പാരൻസിൻ്റെ അൾട്ടിമേറ്റ്. അതുകൊണ്ട് തന്നെ നന്നായി പഠിച്ച് ഡിഗ്രി എടുത്ത ശേഷം അത് കരിയറിലേക്ക് വേണമെങ്കിൽ മാറിക്കോളുമെന്നാണ് പറഞ്ഞതെന്ന് എലീന പറഞ്ഞു. ബിഗ് ബോസിൽ പങ്കെടുത്തപ്പോഴുണ്ടായ അനുഭവങ്ങളും എലീന പങ്കിട്ടു. ബിഗ് ബോസ് സീസൺ 1ലേക്കാണ് ആദ്യം വിളി വന്നത്. ആ സമയത്ത് സീരിയൽ അഭിനയിക്കുന്നത് കൊണ്ടാണ് പോകാതിരുന്നത്. പിന്നീട് സീസൺ 2ലേക്കും വിളി വന്നു. അപ്പയും അമ്മയും ആലോചിച്ചു. ഞാനും എൻ്റെ അടുത്ത കോണ്ടാക്റ്റിലുള്ള ആളുകളോട് സജഷൻ ചോദിച്ചിരുന്നു. പിന്നീട് ബിഗ് ബോസിൻ്റെ റൂൾ ബുക്ക് വായിച്ചു അതിനനുസരിച്ച് കളിക്കുന്നവരെ ആളുകൾ വിളിക്കുന്ന പേരാണ് സേഫ് ഗെയിമേഴ്സ്. ഹൗസിൽ കയറിയ 3 ദിവസമൊക്കെ ക്യാമറ കോൺഷ്യസ് ആയിരുന്നു. ഞങ്ങൾ ഹൗസിലായിരുന്നപ്പോൾ വെറും പരിപ്പ് കറിയും ചോറ് മാത്രമാണ് കഴിച്ചിരുന്നത്. തണ്ണിമത്തൻ്റെ തോട് ഉപയോഗിച്ച് കറി വെക്കാൻ പറ്റുമോ എന്ന് വരെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. 25 ദിവസത്തോളം ഹൗസിലുണ്ടായിരുന്നു. അതിനുശേഷം ഷോ നിർത്തി. ഞങ്ങളുടെ സീസണിൽ ലൈവ് ഉണ്ടായിരുന്നുവെങ്കിൽ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും മാറി മാഞ്ഞേനെ എന്നും എലീന പറയുന്നു.